500 രൂപയ്ക്ക് താഴെ ഗെയിമിംഗ് മൗസ് കിട്ടും. നമ്മുടെ മൗസ് കേടായ സമയത്ത് നമ്മൾ ആമസോണിന്ന് ഓർഡർ ചെയ്തെടുത്താട്ടോ. ഇവോഫോക്സിന്റെ 1000 ഹെർട്സ് പോളിംഗ് റേറ്റ് വരുന്നത് 12,800 DPI റേറ്റ് വരുന്നതായ ഈ മൗസ്. ഒരു ജാതി രക്ഷയില്ലാത്ത ഐറ്റാട്ടോ സംഭവം. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്ത് റിസർച്ച് ചെയ്തിട്ടോ ഈ ഐറ്റം നമ്മൾ ബൈ ചെയ്തത്. ഏകദേശം 500 രൂപി അറൗണ്ട് ആണ് വരുന്നത് ഇതിന്റെ റേറ്റ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കട്ടെ. ഈ 500 രൂപയ്ക്ക് താഴെ വരുന്ന മൗസിൽ നമുക്ക് എന്തൊക്കെയാണ് തരുന്നത്. സത്യം പറഞ്ഞാൽ 500 രൂപയ്ക്ക് ഗെയിമിംഗ് മൗസ് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ കിട്ടും. പക്ഷേ എത്രത്തോളം അതിന്റെ ഒരു ക്വാളിറ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാറില്ല. ഇതിന്റെ മുന്നേ ഞാൻ യൂസ് ചെയ്ത ഒരു 700 900 ആ റേഞ്ചിൽ വരുന്ന സാധനമാണ്. പക്ഷേ ഇത് ഇത്രയും നല്ലൊരു റിവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇത് ഓർഡർ ചെയ്തത്. അൺബോക്സ് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് ഐറ്റത്തിൽ ഒരു നല്ല പ്രീമിയം ടച്ച് ഒക്കെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കിട്ടിയ ഒരു ചെറിയൊരു കൂപ്പൺ ആട്ടോ. ഇവരുടെ ഡിസ്കൗണ്ട് കൂപ്പൺ ആണെന്നൊക്കെ പറയുന്നത്. ഒരുപക്ഷേ ഈ പർച്ചേസിലായിരിക്കില്ല, അടുത്ത പർച്ചേസിലൊക്കെ ആയിരിക്കും നമുക്കൊരു കൂപ്പൺ പോലെ കിട്ടുന്നത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട്. അങ്ങനെ അതൊക്കെ മെല്ലെ മാറ്റി വെച്ച് പിന്നെ കിട്ടിയ നമ്മുടെ യൂസർ മാനുവൽ ആട്ടോ. എന്നെ സംബന്ധിച്ചുള്ള യാതൊരു യൂസ് ഇല്ലാത്തൊരു ഐറ്റാണ്. ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കുന്ന സമയത്ത് ഈ യൂസർ മാനുവൽ നോക്കിയിട്ടല്ല കാര്യങ്ങളും ചെയ്യാറ്. ഇന്റേതായ രീതിയിൽ അങ്ങ് ചെയ്യാറാണ് പതിവ്. പിന്നെ കാര്യങ്ങളൊക്കെ പതിയെ പതിയെ പഠിച്ചു തുടങ്ങും. പിന്നെ നേരെ കിട്ടി നമുക്ക് വാറണ്ടി കാർഡ് ആട്ടോ. ഈ വാറണ്ടി കാർഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റുമെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ എൻ്റെ ഫേവറേറ്റ് എല്ലാ അൺബോക്സിങ്ങിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റാട്ടോ അവരുടെ കമ്പനിയുടെ ലോഗോ വെച്ചുള്ള സ്റ്റിക്കേഴ്സ് ഒക്കെ. പിന്നെ കേട്ടോ നമ്മുടെ ഐറ്റം വരുന്നത്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മൊത്തത്തിലൊരു പ്രീമിയം ഫീൽ കിട്ടും ട്ടോ. ഈ സാധനം എടുത്ത് കയ്യിലേക്ക് പിടിച്ചപ്പോഴാണ് പിന്നെ ഇതിന്റെ വെയിറ്റിന്റെ കാര്യത്തിനെ പറ്റി ഞാനൊന്ന് നോക്കിയത്. വെറും 113 ഗ്രാമാണ് ഇതിന് വെയിറ്റ് വരുന്നത്. അപ്പോൾ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വെയിറ്റ് കുറഞ്ഞു പോയതിന്റെ പേരിലോ അല്ലെങ്കിൽ പൈസ കുറഞ്ഞു പോയതിന്റെ പേരിലോ ബിൽഡ് ക്വാളിറ്റിനെ ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് അങ്ങനെ ബാധിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അഞ്ചാതി പൊളി ബിൽഡ് ക്വാളിറ്റിയാണ് ഇതിനുള്ളത്. പിന്നെ ഇതിന്റെ RGB ലൈറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 12 13 ഇതിന് മോഡുകളുണ്ട് ഈ RGB ലൈറ്റുകൾക്ക്. ആ മോഡുകളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടക്കിടക്ക് മാറ്റിയൊക്കെ കേട്ടോ. പിന്നെ ഒരു 500 രൂപയ്ക്ക് താഴെ ഇത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇത്ര നല്ല ബിൽഡ് ക്വാളിറ്റിയിൽ ഒരു ഗെയിമിംഗ് മൗസ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. നിങ്ങൾ ആരുടെ പരിചയത്തിലുണ്ടെങ്കിൽ താഴത്തൊന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇതുപോലുള്ള ഗെയിമിംഗ് മൗസ് ഒക്കെ നോക്കുന്നവർക്ക് ധൈര്യത്തോടെ ബൈ ചെയ്യുക. വാല്യൂ ഫോർ മണി തന്നെയാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട കൂടെ കൂടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്